ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബേസ് ഹൈമനുസയുടെ തിയോളജിക്കൽ ടോക്ക് സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന പൗലോസ്ലീഹായുടെ ശരീരത്തിലെ മുള്ള് എന്ന പദപ്രയോഗത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 7-ാം വാക്യം: വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും ഞാൻ അഹങ്കരിക്കാതിരിക്കുന്നതിനും വേണ്ടിയുള്ള സാത്താന്റെ ദൂതൻ. എന്താണ് ഈ വചനഭാഗത്തിന്റെ അർത്ഥം? എപ്രകാരമാണ് നാം ഈ വചനഭാഗത്തെ മനസ്സിലാക്കേണ്ടത്? ആദ്യമേ തന്നെ ഈ വചനഭാഗത്തെ സംബന്ധിക്കുന്ന ചില വ്യാഖ്യാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 2-ാം നൂറ്റാണ്ടിൽ സഭാപിതാവായ തെർത്തുല്യൻ പൗലോസ്ലീഹായുടെ ശരീരത്തിലെ മുള്ള് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കർണപുടത്തിലോ ശരീരത്തിലോ ഉള്ള വേദനയായും, മധ്യയുഗത്തിലെ വ്യാഖ്യാതാക്കൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടാകുന്ന ശാരീരിക ആസക്തിയായും, പുരോഗമനവാദികൾ ആധ്യാത്മിക രംഗത്തുണ്ടാകുന്ന പ്രലോഭനങ്ങളായും പറഞ്ഞു വെച്ചു. ഇനി ചില ആധുനിക ബൈബിൾ വ്യാഖ്യാതാക്കളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്തിയ സഭയ്ക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളുടെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മുള്ള് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയോ അല്ലെങ്കിൽ കാഴ്ച സംബന്ധിതമായ രോഗമോ ആകാമെന്ന് പറഞ്ഞു വെച്ചു. എന്നിരുന്നാലും അതിന് തീർച്ചയില്ല. ഇനി ഇതിനെക്കുറിച്ച് വിശകലനമായി നാം മനസ്സിലാക്കുമ്പോൾ വ്യക്തമാകുന്ന ചില വസ്തുതകളുണ്ട്. ഒന്നാമതായി, ഈ ഒരു മുള്ള് തിന്മയായിട്ട് നിലകൊള്ളുന്നു. അതായത് ദുഷ്ടലക്ഷ്യത്തോടെ വന്നിരിക്കുന്ന സാത്താന്റെ ദൂതൻ. പഴയ നിയമത്തിൽ ജോബിനെ പോലെ ശ്ലീഹായുടെ സഹനത്തിനായി സാത്താനാൽ നിയോഗിക്കപ്പെടുന്നതും ദൈവത്താൽ അനുവദിക്കപ്പെടുന്നതുമായ ഒരു ദൂതനായിരിക്കാമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമതായി, ഇത് നൽകപ്പെട്ടതാണ്. അതായത് ഇത് ദൈവം അനുവദിക്കുന്നു എന്നർത്ഥം. തൻ്റെ ഞെരുക്കങ്ങളിലും ക്ലേശങ്ങളിലും പീഡനങ്ങളിലും എല്ലാം തന്നെ ഈ മുള്ള് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത് എന്നുള്ള വലിയ സത്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇനി വിശുദ്ധ ക്രിസോസ്റ്റോമിന്റെ പഠനത്തിലേക്കും വ്യാഖ്യാനങ്ങളിലേക്കും നമ്മൾ കടക്കുമ്പോൾ വ്യക്തമാകുന്ന ചില വസ്തുതകളുണ്ട്. അദ്ദേഹത്തിന്റെ വിവരണം അല്പം കൂടി അർത്ഥവത്താണ്. പഴയ നിയമത്തിൽ എതിരാളികളെയും ശത്രുക്കളെയും സൂചിപ്പിക്കുന്ന ഒരു പദപ്രയോഗമായിരുന്നു ശരീരത്തിലെ മുള്ള്. അതിനാൽ ആ കാലഘട്ടങ്ങളിൽ പ്രലോഭനത്തെയോ രോഗത്തെയോ പറ്റി പരാമർശിക്കുന്ന ഒരു ആലങ്കാരിക പദപ്രയോഗമായിരുന്നില്ല ശരീരത്തിലെ മുള്ള്. ഇനി പുതിയ നിയമത്തിൽ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ ദൂതൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കാനാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ അദ്ദേഹത്തിന്റെ എതിരാളികളെയും കൊറിന്ത്യൻ സഭയിൽ നുഴഞ്ഞു കയറി അബദ്ധ സിദ്ധാന്തങ്ങൾ വഴി ശ്ലീഹായുടെ പ്രബോധനങ്ങളെ വെല്ലുവിളിച്ച് അനൈക്യവും വിഭാഗിതയും സൃഷ്ടിക്കുന്ന സഭാപ്രബോധകരെയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഇനി നമ്മൾ കണ്ട അഭിപ്രായങ്ങളുടെയും വ്യാഖ്യാനങ്ങളുടെ വെളിച്ചത്തിൽ എപ്രകാരമാണ് ഈ വചനഭാഗം വ്യാഖ്യാനിക്കപ്പെടേണ്ടത്? അദ്ദേഹം അനുഭവിച്ചിരുന്ന മുള്ളെന്ന് പറയുന്നത് പഴയ നിയമത്തിന്റെ വ്യാഖ്യാനങ്ങളുടെ പരാമർശത്തിന്റെ വെളിച്ചത്തിലും പുതിയ നിയമത്തിൽ അദ്ദേഹം തന്നെ നടത്തുന്ന പരാമർശങ്ങളുടെ വെളിച്ചത്തിലും ശരീരത്തിലെ മുള്ള് അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെയും എതിരാളികളുടെയും പീഡനങ്ങളും പ്രലോഭനങ്ങളുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക, പൗലോസ്ലീഹായുടെ വ്യക്തിപ്രഭാവം കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും നേടാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ തൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് ഒന്നും നേടാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ള ഒരു ബോധ്യം ദൈവം അദ്ദേഹത്തിന് നൽകുന്നതിനായിരിക്കാം മുള്ളുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നൽകുന്നത്. അതിനാൽ തന്നെ അദ്ദേഹത്തിന് ആശ്വാസമായി നിൽക്കുന്ന വചനമെന്ന് പറയുന്നത്, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും വെളിപ്പെടുന്നത് എന്ന ദൈവവചനമാണ്.
അതുകൊണ്ട് തന്നെ പൗലോസ്ലിഹ തൻ്റെ മുള്ളുകളാകുന്ന ഞെരുക്കങ്ങളിലും എതിരാളികളുടെ പീഡനങ്ങളിലും പ്രലോഭനങ്ങളിലും നഷ്ടധൈര്യനാകാതെ ദൈവകൃപയിൽ ആശ്രയം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചതെന്ന ഒരു വലിയൊരു സത്യം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നന്ദി.